നല്ല ഓർമ്മ വേണ്ട. ചവിട്ടാതെ സഹോദര. എന്നെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കും പ്രായം. അത് പറ. എന്തതിശയമേ ദൈവസ്നേഹം എത്ര മനോഹരമേ അത് ചിന്തയിലാണ് സിന്ധു സമാനം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ അയ്യോ അജിതലിയാൽ സന്തു സമാനമായി സന്തതം കാണുന്നു ഞാൻ. അവളോടിയ വഴിയെ കപ്പളം വളർത്തി ഞാനക വഴിയായിരുന്നു. അമ്മ പറഞ്ഞത് മോൾ ആലോചിച്ചോ? അവൻ സുജമോളെയും കൊണ്ട് ഈ എസ്റ്റേറ്റ് വിട്ട് പോയാ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? ഒരു ചെവി കൂടി കേട്ട് മറ്റേ ചെവി കൂടി വിടാനുള്ള കാര്യമല്ലേ? ഞാൻ കേൾക്കുന്നുണ്ട്. എന്നിട്ട് നീ എന്ത് തീരുമാനിച്ചു? മോളെ, ഞാൻ വക്കീലിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. നീ ഒരു ഒപ്പിട്ട് കൊടുത്താൽ മതി. എന്നിട്ടെന്താ, നിനക്കൊരൊന്നാന്തരം ഭർത്താവിനെ ഈ അമ്മ കണ്ടുപിടിച്ചു തരാം. ആ ബന്ധവും മോശമായാലോ? വക്കീലിനെ വിളിച്ച് മറ്റൊരു ഒപ്പ് കൂടി ഇടണം, അല്ലേ? അച്ഛന്റെ മോളല്ലേ, അങ്ങേരുടെ കുതിരയ്ക്ക് കൊമ്പ് 3. അമ്മയുടെ കുതിരയ്ക്കോ കൊമ്പ് അതിലും കൂടുതലാ. നീ ഇങ്ങനെ എത്ര കാലം നിൽക്കുന്ന നിന്റെ വിചാരം? മോളെ, അമ്മ പറയുന്നതാ ശരി. അമ്മ ഇങ്ങനെ 7 കൊല്ലം നിന്നില്ലേ? അത് നിന്റെ അച്ഛന്റെ ഗുണവധികാരം കൊണ്ടാ. അന്ന് അമ്മ എന്തുകൊണ്ട് വേറെ കല്യാണം കഴിച്ചില്ല? എന്തായാലും പണങ്ങി പോയിട്ട് അച്ഛനോടൊരു പാട്ട് പാടാൻ പറഞ്ഞിട്ട് കേട്ടോ? അതുകൊണ്ടല്ലേ മോള് പിണങ്ങി പോയത്. അമ്മയുടെ മോളല്ലേ, പിന്നെ എങ്ങനെയാ പണങ്ങി പോകാതിരിക്കുന്നത്? ഇച്ചിരി മുമ്പ് അച്ഛനല്ലേ പറഞ്ഞ ഞാൻ അച്ഛന്റെ പുന്നാര മോളാണ്. എന്നിട്ടിപ്പോ മാറ്റി പറയാല്ലേ? മോൾ അച്ഛന്റെ പുന്നാര മോളല്ലേ, അച്ഛന്റെ മാത്രം പുന്നാര മോള്. എന്നല്ലേ ഒരു പാട്ട് പാട്. നല്ല പാട്ടായിരിക്കണം. അമ്മേ, മോളെ, ഞാനൊരു ഐഡിയ പറയാം. ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ മുമ്പിൽ കൂടിയാണല്ലോ ഈ കാർ എന്ന് രാവിലെ പോരുന്നത്. ഇവിടെ നിർത്താവുന്ന കാർ അവിടെ നിർത്താലോ. അമ്മയ്ക്ക് ഞങ്ങളെ കൂടെ അവിടെ വന്ന് താമസിച്ചാ എന്താ? അമ്മേ, ഞങ്ങളെ ക്ലാസ്സില് ഒരു പുതിയ കുട്ടി വന്നിട്ടുണ്ട്. ആ കുട്ടിക്ക് 2 മമ്മിമാരുണ്ട്. ഓടി മണ്ടിക്കോതെ, ഒരു കുട്ടിക്ക് എങ്ങനെ 2 മമ്മിമാരുണ്ടാവുക? അതെനിക്ക് അറിഞ്ഞൂടാ. ഭാഗ്യം ചെയ്ത കുട്ടി. ആ കുട്ടിക്ക് 2 മമ്മി. സുജമോൾക്ക് 1 മമ്മി പോലും ഇല്ല. പിന്നെ ഇതെന്റെ മമ്മിയല്ലേ? ഇത് വെറും വിസിറ്റിംഗ് മമ്മിയല്ലേ? അമ്മേ, ഞാനൊരു സ്വകാര്യം പറയട്ടെ. ആരോടും പറയരുതെന്ന് അച്ഛൻ പറഞ്ഞിരിക്കുന്നെ. ഞാനും കുഞ്ഞച്ഛനും അച്ഛനും കൂടി വേറെ എങ്ങോട്ടോ പോവാ. വേറെ ഏതോ രാജ്യത്തേക്കാ. പേര് മറന്നുപോയി. ഞങ്ങള് പോകുമ്പോ അമ്മയും കൂടി വരുവോ?
വിമല ചേച്ചി ഞാൻ മനഃപൂർവ്വം കാണാതിരുന്നതാ. അത് സാരമില്ല, നമുക്ക് ഡോക്ടർ വിമലയുമായി ഡിസ്കസ് ചെയ്യാം. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ് വിമല. എന്താ എലീന, പപ്പ വീണ്ടും കുഴപ്പമുണ്ടാക്കിയോ? പപ്പയല്ല, ഇപ്പോൾ എലീനയാണ് കുഴപ്പമുണ്ടാക്കിയിരിക്കുന്നത്. വരൂ. ഇരിക്കൂ. She is carrying. എത്ര മാസമായി? 3 months. 3 മാസം. She wants an abortion. ഇതാര് പറ്റിച്ചു കുട്ടി? ആരാ ആള്? പറയുമോളെ, ആരാണ്? എന്നോടൊന്നും ചോദിക്കരുത് ഡോക്ടർ, ഞാൻ പറയില്ല. ക്ലിയർ ഔട്ട്. കൊച്ചിന്റെ തന്തയെ കൂട്ടിക്കൊണ്ടുവരൂ. കുട്ടി പുറത്തു നിൽക്കൂ. എന്താ വിമലേത്? നിനക്ക് എന്ത് പറ്റി? Wish you many happy returns of the day. Let this turn to be gold. മിസ്റ്റർ വില്യംസ് നോക്കിയാക്കിയല്ലോ. ഓ, താങ്ക് യു. Mr. Menon, congratulations. 35 years of harmony. That is something great. To be very frank, 35 years of slavery. അല്ല, ഇത്രയും കാലം സ്വർഗത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് നരകത്തിൽ ജീവിക്കേണ്ടി വന്നൊരു ഗതികേട്. Thank you, Lucy. Yes, coming. Excuse me. That's quite all right. Go ahead. Huh? എടോ, നമ്മുടെ സിൽവർ ജൂബിലി ഇതിലും വണ്ടർഫുൾ ആക്കണം. പക്ഷേ ഇനി വർഷങ്ങളുണ്ടല്ലോ. നമുക്കത് അഡ്വാൻസ് ആയിട്ട് ആഘോഷിച്ചാലോ? That's a very good idea. Thank you. Please be seated.
മിസ്റ്റർ വില്യംസ്, ഈശ്വരൻ എനിക്കെല്ലാം തന്നു, മനസ്സമാധാനം മാത്രം തന്നില്ല. എല്ലാം നേരെയാകും മിസ്റ്റർ മേനോൻ. ടേക്ക് ഇറ്റ് ഈസി. ഇതൊരു നല്ല അവസരമാണ്. രണ്ടുപേരെയും വിളിച്ച് സംസാരിക്കും. ശരി, ഐ വിൽ ടോക്ക് ടു ദം. മോനെ, എന്റെ ദുഃഖം നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇല്ല, നിനക്ക് മനസ്സിലാവില്ല. മനസ്സിലാകണമെങ്കിൽ നിന്റെ മകൾ വളർന്ന് വിവാഹിതയായി അമ്മയായി ഇന്ന് എന്റെ മകൾ അനുഭവിക്കുന്ന ദുഃഖം അവൾ അനുഭവിക്കുന്നത് നീ കാണണം. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ മോനെ, സംഭവിക്കാതിരിക്കട്ടെ. ഞാൻ എന്ത് ചെയ്യണമെന്ന് അങ്കിള് പറയുന്നത്? കമൺ മൈ ഡിയർ. മക്കളെ, നിങ്ങൾ സംസാരിക്കൂ. ഉള്ളിലുള്ളതെല്ലാം തുറന്നു പറയൂ. ഈ വയസ്സിന് അതിൽ കൂടുതലൊന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. കൊണ്ടുവന്നില്ലേ? ഇല്ല, അവളെ പീറ്ററായിട്ട് നോക്കിക്കോളൂ. ഇവിടെ ഒന്ന് പോകുന്നെന്ന് പറഞ്ഞത് നേരാണോ? പോകുന്നതല്ലേ നല്ലത്. എന്നെ കാണാതിരുന്നാൽ വിമലയ്ക്ക് കൂടുതൽ സന്തോഷമാവില്ലേ? അതിനു വേണ്ടിയാണോ പോകുന്നത്? പോകാൻ എനിക്ക് വേറെ കാരണങ്ങളൊന്നുമില്ല. ഒന്നുമില്ലേ? ഒരപേക്ഷയുണ്ട്. പോകുമ്പോ ഒറ്റയ്ക്ക് കിടന്നു കളയരുത്. അവളെ കൂടി കൊണ്ടുപോകണം. ആരെ? നിങ്ങളുടെ സെക്രട്ടറി എലീനയെ. What the hell you mean? അവൾ ഇന്നലെ ഹോസ്പിറ്റലിൽ വന്നിരുന്നു. പിണങ്ങി നിൽക്കുമ്പോഴും നിങ്ങളൊരു മാന്യനാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. നിങ്ങൾ ഇത്ര നീചനാണെന്ന് ഞാൻ കരുതിയില്ല. ചേട്ടത്തി എന്തായി പറഞ്ഞത്? പറഞ്ഞത് കേട്ടില്ലേ? അത് തന്നെ. എന്റെ സായിവേ, എന്റെ ഏറ്റവും വലിയ ആഗ്രഹം പോലീസിൽ ചേരാനായിരുന്നു. എനിക്ക് ഗ്രഹണിയാണെന്നും പറഞ്ഞ് അവർ എന്നെ എടുത്തില്ല. പിന്നെ നക്സലൈറ്റിൽ ചേരാൻ ആഗ്രഹിച്ചു. പോലീസിന്റെ ഇടിഭയന്ന് ഞാൻ അതിലും ചേർന്നില്ല. അയ്യോ, ഈ എന്റെ ആവശ്യമില്ല. എന്നിട്ടാണ് ഈ വേഷം കിട്ടിയത്? അതെ. ആ അല്ല, ഇതാരെ? കം കം. എലീന ഇവിടെ ഉണ്ടോ? She's here. എനിക്കൊന്ന് കാണണം. Please go inside. എലീന. ആ സതീശോ, എന്താ ഇങ്ങോട്ട്? എനിക്കൊരു കാര്യം അറിയണം. എന്ത് കാര്യം? വരൂ. നിങ്ങളെ സംബന്ധിക്കുന്ന കാര്യമാണ്. എന്താണ്? നിങ്ങൾ ഗർഭിണിയാണോ? ആര് പറഞ്ഞു? ആരെങ്കിലും ആകട്ടെ, ശരിയാണോ? അറിഞ്ഞിട്ട് സതീഷിന് എന്താ കാര്യം? എലീന പ്ലീസ്, എനിക്ക് അറിഞ്ഞിട്ട് ആവശ്യമുണ്ട്. ശരിയാണ്. ആരാണ്? നിങ്ങളല്ല. നോക്കൂ എലീന, ഇത് തീർത്തും നിങ്ങളുടെ പ്രശ്നമാണ്. എനിക്ക് ഇടപെടേണ്ട കാര്യമില്ല. പക്ഷെ ഈ പ്രശ്നം എന്റെ ചേട്ടന്റെ ജീവിതം തകർക്കുന്ന മട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. സോറി സതീഷ്, എന്നോടൊന്നും ചോദിക്കരുത്. എലീന പ്ലീസ്. എന്റെ ചേട്ടനാണോ? മൈ ഗോഡ്,
എന്ത് അനാവശ്യമാണ് നിങ്ങൾ ഈ പറയുന്നത്? അല്ലല്ലോ. ഇനി പറയാമെങ്കിൽ പറയൂ, ഞാൻ നിങ്ങളെ സഹായിക്കാം. ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് പറയൂ. മിസ്റ്റർ നെൽസൺ, ഒരു മിനിറ്റ്. ജോർജ്, ഇതൊന്നും നോക്കിക്കോളൂ. എന്താ മിസ്റ്റർ സതീഷ്? നിങ്ങൾ എലീനെ അറിയുമല്ലോ അല്ലേ? അറിയും. അവളെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണോ? സതീഷിനിപ്പോ ദല്ലാള പണിയുണ്ടോ? ഇടയ്ക്ക് ഒരു രസത്തിന്. ഞാൻ 2 കുട്ടികളുടെ തന്തയാണ്. അവരുടെ അമ്മ മരിച്ചുപോയി. എന്നാലും ഇപ്പൊ കല്യാണം കഴിക്കാൻ പ്ലാനില്ല. സോറി. അങ്ങനെ പറഞ്ഞൊഴിയാൻ പറ്റുമോ? നിങ്ങൾ എലീനെ വിവാഹം കഴിക്കണം. ഇത് പണ്ടാരോ പറഞ്ഞതുപോലെയാണല്ലോ. വഴി കൂടെ പോകുന്നതിനെ പിടിച്ച് പെണ്ണ് കെട്ടിക്കുകയോ? തമാശ കളയും. സമ്മതിച്ചോ? മിസ്റ്റർ സതീഷ്, ഞാനിപ്പോ ഡ്യൂട്ടിയിലാണ്. വെറുതെ ശല്യം ചെയ്യരുത് പ്ലീസ്. ചോദിച്ചതിന് മറുപടി പറയൂ. എനിക്ക് സമ്മതമല്ല. ഓക്കെ? സമ്മതിക്കണം. പോയി പണി നോക്കണം മിസ്റ്റർ. മിസ്റ്റർ നെൽസൺ, ആ പെൺകുട്ടി ഗർഭിണിയാണ്. നിങ്ങൾ അതിന് ഉത്തരവാദി. ആര് പറഞ്ഞു നിങ്ങളോട്? അവള് പറഞ്ഞു. അത് നിങ്ങൾ ചോദിച്ചപ്പോഴല്ലേ. ഞാൻ ചോദിച്ചാൽ പറയും സതീഷാണോ. അനാവശ്യം പറയരുത്. എങ്കിൽ നിങ്ങളങ്ങ് കെട്ടിക്കോ. അല്ലെങ്കിൽ ചേട്ടനോട് കെട്ടാൻ പറയും. ചിലപ്പോ ഗർഭം അങ്ങേരുടേതായിരിക്കും. മതി. ചെയ്യാത്ത കുറ്റത്തിന് എന്റെ ചേട്ടൻ ചീത്തപ്പേര് കേൾക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ എന്ത് ചെയ്യണം?